സ്തോത്രം. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ആഗരിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഏകനായി നിന്യനായി പരദേശിയായി നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോ, സ്വന്തം നാട്ടിൽ ചേർത്തുകൊള്ളാം എന്നുരച്ച നാഥൻ ഇത്രത്തോളം യഹോവ സഹായിച്ചു. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിയിടും ദിനം വരും. അന്നു പാടും ദൂതർ മധ്യേ ആർത്തു പാടും ശുദ്ധരും ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്തോത്രം. വിശുദ്ധ വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 19-ാം അധ്യായം 11 മുതലുള്ള ചില തിരുവചനങ്ങൾ. വിവേകബുദ്ധിയാൽ മനുഷ്യന് ദീർഘക്ഷമ വരുന്നു, ലംഘനം ക്ഷമിക്കുന്നത് അവന് ഭൂഷണം. രാജാവിന്റെ ക്രോധം സിംഹഗർജനത്തിന് തുല്യം, അവന്റെ പ്രസാദമോ പുല്ലിന്മേലുള്ള മഞ്ഞുപോലെ. മൂഢനായ മനുഷ്യൻ അപ്പന് നിർഭാഗ്യം, ഭാര്യയുടെ കലമ്പൽ തീരാത്ത ചോർച്ച പോലെ. ഭവനവും സമ്പത്തും പിതാക്കന്മാർ വെച്ചേക്കുന്ന അവകാശം. ബുദ്ധിയുള്ള ഭാര്യയോ യഹോവയുടെ ദാനം. മടി ഗാഢനിദ്രയിൽ വീഴിക്കുന്നു, അലസചിത്തൻ പട്ടിണി കിടക്കും. കൽപ്പന പ്രമാണിക്കുന്നവൻ പ്രാണനെ കാക്കുന്നു, നടപ്പ് സൂക്ഷിക്കാത്തവനോ മരണശിക്ഷ അനുഭവിക്കും. എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും. പ്രത്യാശയുള്ളിടത്തോളം നിന്റെ മകനെ ശിക്ഷിക്ക, എങ്കിലും അവനെ കൊല്ലുവാൻ തക്കവണ്ണം ഭാവിക്കരുത്. മുൻകോപി പിഴ കൊടുക്കേണ്ടി വരും, നീ അവനെ വിടുവിച്ചാൽ അത് പിന്നെയും ചെയ്യേണ്ടി വരും. പിന്നത്തേതിൽ നീ ജ്ഞാനിയാകേണ്ടതിന് ആലോചന കേട്ട് പ്രബോധനം കൈക്കൊള്ളുക. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളും ഉണ്ട്, യഹോവയുടെ ആലോചനയോ നിവർത്തിയാകും. ആമേൻ. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരു പ്രഭാതങ്ങൾ കാണുവാൻ തക്കവണ്ണം ആയുസിൻ്റെ ഒരു ദിനം കൂടി നീട്ടിത്തന്ന ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രികാലവും ഞങ്ങളെപ്പോലെ സുഖകരമായി ഉറങ്ങാൻ കിടന്ന എത്രയോ പേർ പലവിധ ആപത്തുകൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ദുർമരണങ്ങൾ വഴി ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തതിനായി, പരിപാലിച്ചതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. സകലരെയും നിത്യജീവന്റെ വഴിയിലേക്ക് യാത്ര ചെയ്യുവാൻ അങ്ങ് സഹായിക്കണമേ. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന അടിയങ്ങളെ ക്രിസ്തുവാകുന്ന പാറയിലേക്ക് അടുപ്പിച്ച ആ യേശു കർത്താവിൻ്റെ സ്നേഹത്താൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നിത്യജീവന്റെ വഴിയിലേക്ക് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അങ്ങ് വലങ്കരം പിടിച്ച് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥാ, വിവിധ വിഷയങ്ങളാൽ ഭാരത്തോടെ ആയിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ശാന്തതയും സമാധാനവും സ്വസ്ഥതയും നൽകി. യേശു കർത്താവ് പറഞ്ഞല്ലോ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല എന്ന് അരുളി ചെയ്ത ആ യേശുവിൻ്റെ സമാധാനത്താൽ നിറയപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ. രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം നൽകണമേ. പിശാചിനാൽ ബന്ധിക്കപ്പെട്ടവർക്ക് ഹല്ലേലൂയ, പിശാചിൻ്റെ ബന്ധനങ്ങളെ അഴിപ്പാൻ അത്രേ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി എന്ന വചനം പോലെ പിശാചിൻ്റെ ബന്ധനങ്ങൾ അഴിച്ച്
കർത്താവിൻ്റെ വഴിയിലേക്ക്, അജീവൻ്റെ പാതയിലേക്ക്, നിത്യജീവൻ്റെ വഴിയിലേക്ക് തിരിയുവാൻ തക്കവണ്ണം എല്ലാ മക്കളെയും അങ്ങ് സഹായിക്കണപ്പാ. മറ്റിതര വിഷയങ്ങൾ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ സ്തോത്രത്തോടുകൂടി അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ട് തക്ക സമയം മറുപടി നൽകി മാനിക്കുന്ന, അനുഗ്രഹിക്കുന്ന ദൈവമായിരിക്കാൻ നന്ദി പറയുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് ഞെരുക്കത്തിലായിരിക്കുന്നവർക്ക് അതൊക്കെയും തീർക്കുവാനുള്ള വഴികൾ തുറക്കണമേ കർത്താവേ. ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകണം അപ്പാ. സ്വന്തമായ ഭവനങ്ങൾ നൽകി യഹോവ എനിക്ക് വലിയവ ചെയ്തു എന്ന് സാക്ഷിപ്പാൻ, അത്ഭുത സാക്ഷികളായി പുറത്തു വരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. പണി തുടങ്ങിയിട്ട് പൂർത്തീകരിക്കാൻ കഴിയാതിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് കർത്താവെ അത് പൂർത്തീകരിപ്പാനുള്ള വഴികൾ ദൈവം തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാ കർത്താവെ, പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും സ്വർഗീയ സമാധാനവും സന്തോഷം അനുഭവിച്ചറിയുവാൻ, കുടുംബ സമാധാനങ്ങൾ ഉണ്ടാകുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്ന ദൈവത്തിൻ്റെ വചനം പോലെ കുടുംബമായ യേശുവിനെ കർത്താവ് നാഥനും രക്ഷകനുമായി ഹൃദയത്തെ സ്വീകരിച്ച് ദൈവകൽപ്പനകളായ മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട മക്കളായി തീരുവാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കണം. കർത്താവെ, സുവിശേഷ വിരോധികൾ നിമിത്തം കഷ്ടത അനുഭവിക്കുന്ന ഒളിത്താവളങ്ങളിലും ജയിലുകളിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലപ്പാ. കർത്താവെ, കുടുംബമായി അവർക്ക് ആവശ്യമായ നന്മകൾ, കൃപകൾ, സമാധാനങ്ങൾ ദൈവം നൽകണപ്പായിരിക്കുന്ന സ്ഥാനത്ത് സമാധാനത്തോടെ ദൈവത്തെ പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിക്കണം. മറ്റുള്ളവരുടെ യേശു മാത്രം രക്ഷകനെന്ന് അറിയിക്കുവാൻ സ്വർഗത്തിൽ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, സ്തോത്രം 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 നാഥ. കർത്താവെ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പാ. ഒരു സമാധാന അന്തരീക്ഷം പകരുവാൻ അങ്ങേ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ അപ്പാ. ദൈവത്തിൻ്റെ വചനങ്ങൾ നിറവേറേണ്ടതാണ് എങ്കിലും ദൈവത്തെ പ്രാർത്ഥിക്കുന്ന സകല ജനത്തിൻ്റെ ഒരു ആപത്തുകൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ദുർമരണങ്ങൾ സംഭവിക്കാതെ വണ്ണം അത്യുന്നതനായ ദൈവത്തിൻ്റെ മറവിൽ തന്നെ കാക്കണമേ, പരിപാലിക്കണപ്പാ. സർവശക്തനായ ദൈവത്തിൻ്റെ നിഴലിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കുന്നവരായി തീരുവാൻ അങ്ങ് സഹായിക്കണപ്പാ. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനെടുക്കയില്ല എന്ന് അരുളി ചെയ്ത കർത്താവേ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും ആശ്വാസമായി, തണലായി, ഹല്ലേലൂയ, സംരക്ഷകനായി അങ്ങ് കാക്കണമേ, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, മനുഷ്യർക്ക് അല്പകാലം മാത്രമേ ഈ ഭൂമിയിൽ വാസമുള്ളൂ എന്നറിഞ്ഞ് സകല നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ, നിത്യസൗഭാഗ്യമായ സ്വർഗരാജ്യത്തിൽ യേശു കർത്താവിനോട് കൂടെ യുഗായുഗം വാഴുവാൻ തക്കവണ്ണം ഹല്ലേലൂയ അമേൻ ആഗ്രഹമുള്ള മക്കളായി എല്ലാവരെയും അതിനുവേണ്ടി ഒരുങ്ങുവാൻ ദൈവം സഹായിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ സകലരെയും നിയന്ത്രിക്കണമെന്ന് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം അനുഗ്രഹിക്കുമായിരിക്കും, കൃപയ്ക്കുള്ളിൽ മറച്ചോളും. യേശു കർത്താവിൻ്റെ സമാധാനം സകല ഹൃദയങ്ങളിൽ നിറയുവാൻ അങ്ങ് സഹായിക്കണം. കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. യേശുവിൻ്റെ സമാധാനം സകല ഹൃദയങ്ങളിലും നിറയുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. സ്തോത്രം.